Hi all and welcome back to Leap by AS Factor. So first question, see consider the following pairs. അതായത് മൂന്ന് പെയർ തന്നിട്ടുണ്ട്. How many of the pairs given above is or are correctly matched എന്നാണ് ചോദ്യം. First one, ഡിജിറ്റൽ ഭാരത് നിധി. And അതിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ തന്നിരിക്കുന്നത് ഇറ്റ്സ് എ ഡയറക്റ്റ് ഫണ്ടിങ് ഫോർ ടെലികോം ആൻഡ് ബ്രോഡ്ബാൻഡ് പ്രൊജക്ട്സ് ലൈക്ക് ഭാരത് നെറ്റ് ആൻഡ് CTDP in underserved rural areas only. സോ ഡിജിറ്റൽ ഭാരത് നിധിയെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അതിനകത്ത് എവിടെയാണ് തെറ്റുവരാൻ സാധ്യത എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. അപ്പം ആദ്യത്തെ നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഫണ്ടിങ് ഫോർ ടെലികോം ആൻഡ് ബ്രോഡ്ബാൻഡ് പ്രൊജക്ട്സ് ലൈക്ക് ഭാരത് നെറ്റ് ആൻഡ് CTDP എന്ന് പറയുന്നിടത്ത് വലിയ തെറ്റൊന്നും വരാൻ സാധ്യതയില്ല. പക്ഷെ എന്നാൽ അണ്ടർസേർവ്ഡ് റൂറൽ ഏരിയാസ് ഒള്ളി എന്ന് കിടക്കുന്നത് കാരണം നമുക്ക് ഈ ഒരു ഭാഗത്തിനെ സംശയിക്കേണ്ടതായിട്ടുണ്ട്. പറഞ്ഞല്ലോ, UPSCയുടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിനെ സംശയിക്കണം, ഏത് ഭാഗത്തിനെ സംശയിക്കണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ പ്രീവിയസ് എപ്പിസോഡ്സിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെയിം മോഡലിലാണ് നമ്മൾ പോകുന്നത്. സെക്കൻഡ് വൺ നോക്കൂ, PM ഗതിശക്തി. It's a multi-modal infrastructure master plan covering transport, logistics, energy and telecom. So basically അവിടെ കണ്ടോ, ഡൗട്ട് അടിക്കേണ്ട ഒരു സാധനങ്ങളും വലുതായിട്ട് അവിടെ ഇല്ല. പിന്നെ മാത്രമല്ല, ഗതിശക്തി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ഏതൊരു ആസ്പിരന്റിനെ സംബന്ധിച്ച് അറിയാവുന്നതുകൊണ്ട് സോ വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് ട്രൂ. നെക്സ്റ്റ് വൺ, PM വാണി, എക്സ്പാൻഡിങ് പബ്ലിക് വൈഫൈ നെറ്റ്വർക്ക് യൂസിങ് പബ്ലിക് ഡേറ്റ ഓഫീസസ് എന്നുള്ളതാണ് അടുത്ത സാധനം. PM വാണിയും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്കീമാണ്. വാണി സ്റ്റാൻഡ്സ് ഫോർ വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് എന്നാണ്. മനസ്സിലായി? PM വാണിയുടെ വാണി സ്റ്റാൻഡ്സ് ഫോർ വൈഫൈ ആക്സസ് നെറ്റ്വർക്ക് ഇന്റർഫേസ്. സോ പബ്ലിക് വൈഫൈ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെയും ഉദ്ദേശം. സോ 2ഉം 3യും കറക്റ്റ് ആണ് എന്ന് നമുക്കറിയാം. ആൻഡ് വാട്ട് അബൌട്ട് ഡിജിറ്റൽ ഭാരത് നിധി? ഞാൻ പറഞ്ഞല്ലോ, ലോജിക്കലി നമ്മുടെ സ്ട്രാറ്റജീസ് പ്രകാരം ഈ ഉള്ളി കിടക്കുന്ന കാരണം വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് റോങ്. സ്റ്റിൽ നിങ്ങളത് പഠിച്ചു വെച്ചിരിക്കണം. ബിക്കോസ് ഇപ്പോൾ നമുക്ക് എലിമിനേഷനിൽ കൂടെ only 2 പെയർ എന്നുള്ള ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിലും എന്താണ് ഡിജിറ്റൽ ഭാരത് നിധി എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം അത് അങ്ങനത്തെ ഒരു ഏരിയ. DNB പറയുന്ന പോലെ തന്നെ അവിടെ DBN അവിടെ കൊടുത്തിട്ടുള്ളത് പോലെ തന്നെ ഇറ്റ് ഫിനാൻസസ് ടെലികോം ആൻഡ് ബ്രോഡ്ബാൻഡ് പ്രോജക്ട്സ്. എവിടെയൊക്കെയാണ്? റൂറൽ, റിമോട്ട് ആൻഡ് അണ്ടർസേർവ്ഡ് അർബൻ ഏരിയാസ്. സോ അപ്പം റൂറൽ ഏരിയയിൽ മാത്രമല്ല ഇത് ഉള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ ഭാരത് നിധി കൊണ്ടുവന്നിട്ടുള്ളത്? ഫോർ ഫണ്ടിങ് ടെലികോം ആൻഡ് ബ്രോഡ്ബാൻഡ് പ്രൊജക്ട്സ്. സോ ഇന്ത്യയിലെ ടെലികോം ബ്രോഡ്ബാൻഡ് പ്രൊജക്ട്സിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പെനട്രേഷൻ കൂട്ടുക, അതിൻ്റെ കവറേജ് കൂട്ടുക. എവിടെയൊക്കെ? റൂറൽ, റിമോട്ട് ആൻഡ് അണ്ടർസേർവ്ഡ് അർബൻ ഏരിയാസ്. അപ്പോൾ റൂറലിലും അർബനും ഏരിയാസിലും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇനി എന്താണ് ഡിജിറ്റൽ ഭാരത് നിധി എന്നറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ടെലികോം ആക്ട് 2023 പ്രകാരം നേരത്തെ ഉണ്ടായിരുന്ന യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടുണ്ട് നമുക്ക്. ഇത് ആക്ച്വലി 1885 ടെലഗ്രാഫ് യൂണിവേഴ്സലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇന്ത്യയിലെ ടെലിഗ്രാഫ് സർവീസ് യൂണിവേഴ്സലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംഭവമാണ് ഈ യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി? ഇപ്പോൾ യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ടെലിഗ്രാഫ് സർവീസസ് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ അതിനെ എല്ലാവരിലേക്കും എത്തിക്കാൻ, എല്ലാവർക്കും ആ ഫെസിലിറ്റി കിട്ടാനുള്ള ഇതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ് യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്ന കാര്യം. അതിന് വേണ്ടിയിട്ട് പിന്നീട് ഒരു ഫണ്ടും രൂപീകരിച്ചു. ഈ ഫണ്ടിൻ്റെ ഇപ്പോഴത്തെ പേരാണ് എന്ത്? ഡിജിറ്റൽ ഭാരത് നിധി. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഡിജിറ്റൽ ഭാരത് നിധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ന്യൂ നെയിം ഓഫ് യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട്. യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ടിൻ്റെ പുതിയ പേരാണ്. അപ്പോൾ എന്താണ് യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് എന്ന് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട്? എല്ലാവർക്കും, പണ്ട് യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് എല്ലാവർക്കും ബേസിക് ടെലിഗ്രാഫ് സർവീസസ് റിമോട്ട്, റൂറൽ ആയിട്ടുള്ള ഏരിയാസിൽ അഫോർഡബിൾ പ്രൈസസിന് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നതാണ് യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട്. അത് പിന്നീട് 2023 നമ്മുടെ പുതിയ ആക്ട് വന്നപ്പോൾ അതിൻ്റെ പേര് മാറ്റി എന്താക്കി? ഡിജിറ്റൽ ഭാരത് നിധി എന്നുള്ളതാക്കി. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് എന്തൊക്കെ കയറി വരുന്നുണ്ട്? പണ്ടത്തെ ടെലിഗ്രാഫ് മാത്രമല്ല, ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബ്രോഡ്ബാൻഡ്, ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ മൊബൈൽ സർവീസസ്, ടെലിഫോൺ സർവീസസ്, ഇങ്ങനത്തെ ഒക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ എന്തിനകത്ത് ഉൾപ്പെടും? ഡിജിറ്റൽ ഭാരത് നിധിക്കകത്ത് ഉൾപ്പെടും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മൂവിങ് ഓൺ ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ,
With reference to Deen Dayal Antyodaya Yojana National Rural Livelihoods Mission, consider the following statements. So, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മിഷൻ ആണ്. അതിനെക്കുറിച്ച് 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം. ട്രൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു നോർമൽ ആസിനെ സംബന്ധിച്ചിടത്തോളം ഈ മിഷനെ കുറിച്ച് എന്തായാലും കൃത്യമായിട്ടുള്ള അറിവ് എല്ലാവർക്കും ഉണ്ടാവും. സോ അതൊരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണെന്നുള്ളതിനെക്കുറിച്ച് യാതൊരുവിധ ഡൗട്ട്സും ആർക്കും ഉണ്ടാവത്തില്ല. ആൻഡ് it is implemented in every state and union territory of India. Every എന്താണ് ഞാൻ പറഞ്ഞു, ഒരു എക്സ്ട്രീം കീവേഡിലേക്ക് പോവുകയാണ്. എല്ലാ സ്റ്റേറ്റിലും എല്ലാ യൂണിയൻ ടെറിട്ടറിയിലും എന്താണ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ്സ് മിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം അറിയാമെങ്കിൽ ഈസി ആയിട്ട് ഇതിനെ എലിമിനേറ്റ് ചെയ്യാനൊക്കും. നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ്സ് മിഷനാണ്. അതായത് നമ്മുടെ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ആക്ട് 73rd അമെൻമെൻറ്റ്, ആ ആക്ട് ഡയറക്റ്റ്ലി ആപ്ലിക്കബിൾ അല്ലാത്ത പല സ്റ്റേറ്റ്സും നമുക്കറിയാം അല്ലേ? കാരണം അവിടുത്തെ ട്രൈബൽ പോപ്പുലേഷനെയും ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ ആ ഒരു പോപ്പുലേഷൻ കാരണം അത് ഡയറക്റ്റ്ലി ആപ്ലിക്കബിൾ അല്ലാത്ത പല സ്റ്റേറ്റ്സും നമുക്കറിയാം. എന്നാൽ ഇത് കൂടാതെ നിങ്ങൾക്ക് ഇതറിയാമോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഡൽഹി എന്ന് പറയുന്ന നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയിൽ എന്താണ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പാടെ എന്താണ് ആ നിലയ്ക്കില്ല എന്നുള്ള ഒരു അറിവ് വേണം. കാരണം നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഓഫ് ഡൽഹി എന്ന് പറയുന്നത് പ്രൈമർലി ഇറ്റ്സ് ആൻ അർബൻ ഏരിയ. അതുകൊണ്ട് തന്നെ അവിടെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി ആണുള്ളത്. റൂറൽ ഏരിയ ഇല്ല എന്നല്ല, വളരെ ചുരുക്കം റൂറൽ ഏരിയാസേ ഉള്ളൂ. ആ റൂറൽ ഏരിയ ഇവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനാണ് അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അതായത് സെപ്പറേറ്റ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടില്ല. മനസ്സിലായോ? സോ അതെന്താണ് നമ്മൾ കാണിച്ചിരുന്നത്? ഡൽഹി പ്രൈമർലി ഒരു അർബൻ ഏരിയയാണ്. അപ്പോൾ എന്തായാലും നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ്സ് മിഷൻ അവിടെ ആപ്ലിക്കബിൾ ആയിരിക്കുമോ എന്ന് നമുക്ക് ലോജിക്കലി ചിന്തിച്ചാൽ അല്ലല്ലോ. ഇങ്ങനെയാണ് നിങ്ങൾ അതിനെ ക്രാക്ക് ചെയ്യേണ്ടത്. ഇൻ എവറി സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി എന്ന് പറയുമ്പോൾ എവറി ഒരു എക്സ്ട്രീം കീവേഡാണ്. അപ്പോൾ അതിനെ നമ്മൾ ഡൗട്ട് അടിക്കുമ്പോൾ നമുക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഡൽഹി എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം മറ്റൊരെണ്ണം കൂടെ ഉണ്ട്, ചണ്ഡീഗഡ്. അപ്പം ഡൽഹിയിലും ചണ്ഡീഗഡിലും എന്താണ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ്സ് മിഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. സോ ദാറ്റ് മീൻസ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. And third statement, it identifies target households through BPL census. അത് BPL സെൻസസിൽ കൂടെ അല്ല എന്നുള്ളത് നമ്മൾ ഫാക്ട് പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സോ തേർഡ് വൺ ഈസ് ഓൾസോ റോങ്. അപ്പം ഒൺലി 1 എന്ന് പറയുന്നതായിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് വരിക. ഇനി നമുക്ക് നോക്കാം ഏത് സെൻസസിൽ കൂടെയാണ് ഇത് എടുക്കുന്നത്. നോക്കൂ, ഇറ്റ്സ് പാർട്ടിസിപ്പേറ്ററി ഐഡന്റിഫിക്കേഷൻ ഓഫ് പുവർ മെത്തേഡ്. പാർട്ടിസിപ്പേറ്ററി ഐഡന്റിഫിക്കേഷൻ ഓഫ് പുവർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിറ്റിയാണ് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുക. ഇന്നയാൾ പുവർ ആണോ അല്ലയോ എന്നുള്ളത് പരസ്പരം ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ പാർട്ടിസിപ്പേറ്ററി ഐഡന്റിഫിക്കേഷൻ ഓഫ് പുവർ മെത്തേഡിൽ കൂടിയാണ് ഏതൊക്കെ ആളുകളാണ് ദീൻ ദയാൽ അന്ത്യോദയ യോജന പ്രകാരം സ്കീംസിന് എലിജിബിൾ ആയിട്ടുള്ളത് എന്ന് കണ്ടെത്തുന്നത്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? കാരണം ഇന്ത്യയിലെ ഒരുപാട് സ്റ്റേറ്റ്സിലും യൂണിയൻ ടെറിട്ടറീസിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഈ പ്രൊജക്റ്റിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊജക്റ്റിന്റെ മെയിൻ ഉദ്ദേശങ്ങളിൽ ഒന്ന് തന്നെ വിമൻ എംപവർമെന്റ് ആണ്. മനസ്സിലായത്? അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, വിമന്റെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ കൂടെ വിമൻ എംപവർമെന്റ് ആണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. അത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സ്കീമുകളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ ദീൻ ദയാൽ അന്ത്യോദയ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ്സ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ്. ബേസിക്കലി പോവർട്ടി റിഡക്ഷൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മറ്റേ 2 ഒഴിച്ചുള്ള യൂണിയൻ ടെറിട്ടറികളിലെ പോവർട്ടി റിഡക്ഷനാണ്. എങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിലൊന്ന്. അതിലൊന്നാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ. അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സ്ട്രെങ്തൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഈ പരിപാടി ഇംപ്ലിമെന്റ് ചെയ്യുക. പിന്നെ മാത്രമല്ല, ഇറ്റ്സ് എ ഡിമാൻഡ് ഡ്രിവൺ പ്രോഗ്രാം. മനസ്സിലായില്ലേ? അതായത് സ്റ്റേറ്റ്സിന് ഇതിനകത്ത് ഭയങ്കര റോളുണ്ട്. അതായത് സ്റ്റേറ്റ്സ് ഇതൊരു സ്ട്രക്ചേർഡ് ഭയങ്കര ഒരു സ്ട്രക്ചറിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പോകുന്ന ഒരു പരിപാടിയാണ്. ഇറ്റ്സ് എ ഡിമാൻഡ് ഡ്രിവൺ അപ്രോച്ച്. അതായത് ഓരോ സംസ്ഥാനത്തിലെയും ഡിമാൻഡുകൾക്ക് അനുസരിച്ചിട്ടാണ് എന്ത് പോകുന്നത്, ഇതിൻ്റെ
ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത്. സോ സ്റ്റേറ്റ്സിന് വലിയ റോളുണ്ട്. അതായത് സ്റ്റേറ്റ്സിന് അവരുടേതായിട്ടുള്ള പ്രോഗ്രാംസ് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിത്ത് റെഫറൻസ് ടു സക്ഷം നിവേശക് പ്രോഗ്രാം. എക്കണോമിയിൽ നിന്ന് വരുന്നതാണ്. വൺ ഓഫ് ദി മേജർ ഫോക്കസ് ഏരിയ ആയിരിക്കണം ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഉൾപ്പെടുന്ന ഏരിയ. മനസ്സിലായില്ലേ? നിങ്ങൾ സ്ഥിരമായിട്ട് ഈ ഏരിയാസ് ശ്രദ്ധിച്ചു നോക്കണം. വിത്ത് റെഫറൻസ് ടു സക്ഷം നിവേശക് പ്രോഗ്രാം കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. സോ എന്താണ് പ്രോഗ്രാം എന്ന് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇതിന് ആൻസർ ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഓപ്ഷൻസിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടിയാൽ എലിമിനേറ്റ് ചെയ്യാം. നോക്കൂ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, it is an initiative of the Reserve Bank of India aimed at promoting financial literacy and investor education. അത് മറ്റൊരു വിഷയമാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയും. പക്ഷേ ഞാൻ പറഞ്ഞു അവിടെയും നമുക്ക് എന്തൊരു ഒരു കച്ചിത്തിരിമ്പൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എയിംഡ് അറ്റ് പ്രൊമോട്ടിങ് ഫിനാൻഷ്യൽ ലിറ്ററസി, അവിടം വരെ ഓക്കെ. ആൻഡ് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ. ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആരുടെ കീഴിൽ പെടുന്ന ഒരു കാര്യമല്ല, RBIയുടെ കീഴിൽ പെടുന്ന ഒരു കാര്യമല്ല. ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പ്രധാനമായിട്ടും ഇൻവെസ്റ്റ്മെന്റുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും, ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ എന്ന് വരുമ്പോഴത്തെ കാര്യത്തിലേക്ക് അവിടെ RBIക്ക് ആയിരിക്കത്തില്ല റോള്, മറ്റൊരു ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡിക്കായിരിക്കും അവിടെ കുറച്ചും കൂടെ റോൾ ഉള്ളത് എന്ന് നമുക്ക് ഊഹിക്കാം. സോ അങ്ങനെ ലോജിക്കലി നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റിനെ റോങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് 2ലേക്ക് പോകും. ഇറ്റ്സ് എ ടൈം ബൗണ്ട് നേഷൻ വൈഡ് ഇനീഷ്യേറ്റീവ് ഫോക്കസിംഗ് ഓൺ ഇൻവെസ്റ്റർ അവയർനെസ് അബൌട്ട് അൺക്ലെയിംഡ് എമൗണ്ട് സച്ച് ആസ് ഡിവിഡൻസ് ലൈങ് വിത്ത് കമ്പനീസ്. അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ലെങ്കിലും അതെന്താണ്, ട്രൂ ആവാനുള്ള ചാൻസാണ് കൂടുതൽ. കാരണം അതിനകത്ത് തെറ്റിക്കാനുള്ള ഒരു സാധനം, ഒന്നുകിൽ അത് ഫാക്ച്വലി റോങ് ആയിരിക്കണം, അല്ലാതെ സ്റ്റേറ്റ്മെന്റിനകത്ത് എവിടെയെങ്കിലും തെറ്റിക്കാനുള്ള യാതൊരുവിധ കീവേഡുകളും അവിടെ കിടപ്പില്ല. മനസ്സിലായില്ലേ? ഒന്നുകിൽ ആ സ്റ്റേറ്റ്മെന്റ് എൻറ്റയർലി റോങ് ആയിരിക്കണം, അത് അവിടെ വരേണ്ടതേ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കരുത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ക്യാൻ ബി ട്രൂ ഓർ ഫോൾസ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കീവേഡ് തെറ്റിച്ചുകൊണ്ട് റോങ് ആക്കാൻ ഒരു സ്കോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെ ട്രൂ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഇനി ഞാൻ ലാസ്റ്റ് വണ്ണിലേക്ക് വരുന്നു. ട്രെയിനിങ് അണ്ടർ ദി പ്രോഗ്രാം ഈസ് ഇമ്പാർട്ടഡ് ഇൻ കൊളാബറേഷൻ വിത്ത് സെബി. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇവിടുത്തെ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷനും ഇവിടുത്തെ ഡിവിഡൻറ്റും ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെബി ആണ് എന്ന് തോന്നും. അപ്പോൾ 2 and 3 അടിക്കണം എന്ന് തോന്നും. പക്ഷെ ഓപ്ഷനിലേക്ക് നോക്കൂ, 2 and 3 എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല. മനസ്സിലായോ? 2 and 3 എന്നുള്ള ഓപ്ഷൻ ഇല്ല. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ലോജിക്കിനെ വിശ്വസിക്കേണ്ടത്. ഞാൻ പറഞ്ഞു 1 റോങ് ആണെന്നുള്ള ലോജിക്കിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ 2 only എന്നൊരു ആൻസറേ ഉള്ളൂ. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ ഗട്ട് ഫീലിങ്ങിനെ വിശ്വസിക്കുക. മനസ്സിലായോ? നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഫീലിങ്ങിനെ വിശ്വസിക്കുക. വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് ലോജിക്ക് നല്ല പോലെ വർക്കൗട്ട് ആവുന്നുണ്ട് എന്ന് നമുക്കൊരു കോൺഫിഡൻസ് വരണം. അതാണ് നമ്മൾ ഈ ലീപ്പ് എന്ന പരിപാടിയിൽ കൂടെ ഉദ്ദേശിക്കുന്ന വൺ ഓഫ് ദി മെയിൻ പോയിന്റ്. നിങ്ങളിലേക്ക് കോൺഫിഡൻസ് എത്തിക്കുക, നിങ്ങളിലേക്ക് കറണ്ട് അഫെയർ എത്തിക്കുക, 2 കാര്യങ്ങളാണ് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ സക്ഷം നിവേശക് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. സോ 2 only എന്നതിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, വാട്ട് ഈസ് സക്ഷം നിവേശക്. ഇത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റി എന്ന് പറയുന്ന ഒരു അതോറിറ്റി ഇന്ത്യയിലുണ്ട്. ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റി അണ്ടർ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. അപ്പോൾ കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിൽ ഇങ്ങനെ ഒരു അതോറിറ്റി ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. മനസ്സിലായില്ലേ? IPFA എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അവരാണ് ഈ സക്ഷം നിവേശക് എന്ന് പറയുന്ന ഈ ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സ്പ്രെഡ് അവയർനെസ് അബൌട്ട് അൺക്ലെയിംഡ് ഡിവിഡൻസ് ആൻഡ് പ്രൊമോട്ട് ഇൻഫോംഡ് ഇൻവെസ്റ്റിംഗ്. അപ്പോൾ ഇൻഫോംഡ് ഇൻവെസ്റ്റിംഗ് പ്രൊമോട്ട് ചെയ്യാനും, അതായത് ആളുകൾ ഗ്യാംബ്ലിങ്ങിലേക്ക് പോകാതെ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടും, കൂടാതെ അൺക്ലെയിംഡ് ഡിവിഡൻറ്റുകൾ ഒരുപാടുണ്ട്. എന്താ ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭവിഹിതം അല്ലേ? ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ലാഭവിഹിതം, അതായത് കമ്പനികളുടെ ഷെയർ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ അതിനുമേൽ കമ്പനി തരുന്ന, അതായത് നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ ഒരു 1% ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. അപ്പം ദാറ്റ് മീൻസ് ഞാൻ എന്താണ്, ഒരു കമ്പനിയുടെ 1% ഓണർഷിപ്പ് എനിക്കുണ്ട്. അപ്പോൾ കമ്പനിക്ക് ലാഭം ഉണ്ടാകുമ്പോൾ എനിക്കൊരു 1% ലാഭത്തിന്റെ വിഹിതം തരും. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അത് ഡിവിഡൻഡ് ക്ലെയിം ചെയ്യാതെ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് ഇവരൊന്നും ഇവരുടെ പ്രോപ്പർ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അതായത് എന്താ അതിന്റെ പ്രശ്നം?
അവിടെ ആളുകൾ ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റിനെ പ്രോപ്പറായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. എപ്പോഴേലുമൊക്കെ മേടിച്ചിട്ടിട്ടുണ്ടാവും കുറേ ഷെയറുകൾ. എന്നാൽ അതാ പറഞ്ഞത്, അങ്ങനെ മേടിക്കുന്ന ആളുകൾ കുറേ ഇന്ത്യയിലുണ്ട്. അതായത് ആരേലുമൊക്കെ പറയുമ്പോൾ എപ്പോഴേലുമൊക്കെ കുറേ ഷെയർ മേടിച്ചിരിക്കും, പിന്നെ ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല, അതങ്ങ് പോകും. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു കൊല്ലത്ത് വരുമ്പോൾ ചിലപ്പോൾ കണ്ടെത്തിയാൽ കണ്ടെത്തി, ഇല്ല ഇവരുടെ കാലം കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് കരുതുക. അടുത്ത ജനറേഷൻ അറിയുന്ന പോലും ഉണ്ടാവില്ല ഇവരിങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരുപാട് ഡിവിഡൻഡുകൾ ഇങ്ങനെ ക്ലെയിം ചെയ്യാതെ കിടക്കുന്നുണ്ടാവും. അതൊക്കെ എന്താണ്, ആളുകൾ ക്ലെയിം ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാനാണ് സക്ഷം നിവേശക് എന്ന് പറയുന്ന പരിപാടി കൊണ്ടുവരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് അറിയേണ്ടത് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റി എന്ന് പറയുന്ന ഒരു അതോറിറ്റി ഇന്ത്യയിലുണ്ട്. ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അണ്ടർ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ഈ രീതിയിൽ ഫ്രെയിം ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഫ്രം സയൻസ് ആൻഡ് ടെക്നോളജി. ന്യൂക്ലിയർ ബേസ്ഡ് എനർജിയെ കുറിച്ചുള്ള സംസാരം ഇന്ത്യയിൽ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുക. ബിക്കോസ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ലാസ്റ്റ് എക്കണോമിക് സർവേ നോക്കിയാലും അതിന് മുൻപുള്ള ഒരു സമയം തൊട്ട് സ്മോൾ മോഡ്യൂലർ റിയാക്ടർ എന്ന് പറയുന്ന സംഭവം ഇന്ത്യയിൽ വളരെയധികം ന്യൂസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാര്യം. കാരണം ഇന്ത്യക്ക് കൺവെൻഷൻ ആയിട്ടുള്ള കോൾ ബേസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ നിന്നും മാറണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് കംപ്ലീറ്റ്ലി ഇപ്പോൾ റിന്യൂവബിൾ റിസോഴ്സിനെ ആശ്രയിക്കുക എന്ന് പറയുന്ന അത്ര ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫീസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അവിടെയാണ് ന്യൂക്ലിയർ എനർജിയുടെ റോള് വരുന്നത്. നമുക്കൊരു വലിയ ന്യൂക്ലിയർ പ്ലാന്റ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളെ നേരിടണം, അല്ലേ? ഒന്ന് ടെക്നോളജിയുടെ പ്രശ്നമുണ്ട്, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് കിട്ടണം. പ്ലേസ് ഒക്കെ കിട്ടി വന്നാൽ കൂടെ ആളുകളുടെ പ്രക്ഷോഭങ്ങൾ, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ, എൻവയോൺമെന്റലിസ്റ്റുകളൊക്കെ ഇടപെടും. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഈ സ്മോൾ മോഡ്യൂലർ റിയാക്ടേഴ്സിന്റെ റോള് വരുന്നത്. അതായത് സ്മോൾ മോഡ്യൂലർ ആണ്, അതായത് മറ്റൊരിടത്ത് വെച്ച് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് എവിടെയെങ്കിലും നമുക്ക് വേണ്ടിടത്ത് കൊണ്ട് അസംബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണല്ലോ മോഡ്യൂലർ എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ കൂട്ടത്തിൽ സ്മോളും കൂടാണ്. നമ്മൾ നല്ല മോഡ്യൂലർ കിച്ചൺ എന്ന് പറയത്തില്ല, അതെന്താ ചെയ്യുന്നത്? മൊഡ്യൂളായിട്ട് കിച്ചണിൻ്റെ ഭാഗങ്ങൾ മറ്റൊരിടത്തിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുക. അതേപോലൊക്കെ സ്മോൾ മോഡുലർ റിയാക്ടേഴ്സ് എന്ത് ചെയ്യും? എവിടെയെങ്കിലുമൊക്കെ വെച്ച് മാനുഫാക്ചർ ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടിടത്ത് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ എന്താണ്, അവിടെ സ്ഥലത്തിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല. വളരെ കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ കൂടെയും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫാക്ടറിക്ക് വേണ്ട വലിയൊരു ഫാക്ടറി ആണെന്ന് കരുതുക, ഒരു അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്. അവർക്ക് വേണ്ട എനർജിയും ആ പരിസരത്തേക്ക് കൊടുക്കാനുള്ള എനർജിയും ജനറേറ്റ് ചെയ്യാനായിട്ട് സ്മോൾ മോഡുലർ റിയാക്ടർ ഈ ഫാക്ടറിയുടെ തന്നെ പരിസരത്ത് നിന്ന് കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൂടെ? അതിന് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്മോൾ മോഡുലർ റിയാക്ടർ എന്ന് പറയുന്ന കാര്യം ന്യൂസിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ന്യൂസിൽ വന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. വിത്ത് റെഫറൻസ് ടു പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് ഇൻ ഇന്ത്യ കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പോൾ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് ഇന്ത്യയിലെ ഇത് വെച്ചിട്ടാണ് ചോദ്യം. ദേ യൂഷ്വലി ഓപ്പറേറ്റ് യൂസിങ് എൻറിച്ച്ഡ് യുറേനിയം ആസ് ഫ്യൂവൽ. എൻറിച്ച്ഡ് യുറേനിയം ഫ്യൂവലായിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് കോമൺലി വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നു. അറിയത്തില്ല, ഗസ് ചെയ്യാനായിട്ടൊന്നും കിടപ്പില്ല. ഹെവി വാട്ടർ സെർവ്സ് ദി ഡ്യുവൽ റോൾ ഓഫ് കൂളന്റ് ആൻഡ് മോഡറേറ്റർ. സ്കൂളിലെങ്കിലും ബേസിക് സാധനങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക്, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട് ന്യൂക്ലിയർ റിയാക്ടറിനെ കുറിച്ച്, ബേസിക് സാധനം പഠിച്ചിട്ടുള്ളവർക്ക് ഇത് ട്രൂ ആണ് എന്നുള്ളത് അറിയാനൊക്കും. ഹെവി വാട്ടർ കൂളൻ്റായിട്ടും മോഡറേറ്ററായിട്ടും യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. യൂസ്ഡ് ഹെവി വാട്ടർ ക്യാൻ ബി പ്യൂരിഫൈഡ് ബാക്ക് ടു ഹൈ ഗ്രേഡ് ക്വാളിറ്റി ത്രൂ ഡിസ്റ്റിലേഷൻ. ഞാൻ പറഞ്ഞല്ലോ, അവിടെ നമുക്ക് ഡൗട്ട് അടിക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? നിങ്ങളൊന്ന് നോക്കിക്കേ. നിങ്ങൾ ഓപ്പൺ മൈൻഡായിട്ട് വെച്ചിട്ട് നോക്കുക. യൂസ്ഡ് ഹെവി വാട്ടർ തിരിച്ച് പ്യൂരിഫൈ ചെയ്ത് ഹൈ ക്വാളിറ്റി ആക്കി എടുത്തുകൊണ്ട് വരാം ത്രൂ ഡിസ്റ്റിലേഷൻ എന്നാണ് പറയുന്നത്. അത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറയണം? യൂസ്ഡ് ഹെവി വാട്ടർ കനോട്ട് ബി പ്യൂരിഫൈഡ് ബാക്ക്. അങ്ങനെ ഒരു കനോട്ട് ആയിരുന്നെങ്കിൽ, മനസ്സിലായി, കനോട്ട് ആയിരുന്നെങ്കിൽ നമ്മളത് ഈസിലി എലിമിനേറ്റ് ചെയ്യപ്പെടേണ്ട ഒരെണ്ണമാണ്. കാരണം എന്താ, ഇന്ന് നിങ്ങൾ നോക്കൂ, എന്തൊരു സാധനവും പൊല്യൂട്ട് ആയി കഴിഞ്ഞാൽ അതിനെ പ്യൂരിഫൈ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാനുള്ള സാധനമുണ്ട്. ഹെവി വാട്ടർ വിട്ടേരെ, ഇവിടെ മലിനമായിട്ടുള്ള ജലത്തിൽ നിന്നും തിരിച്ച് ഡ്രിങ്കിങ് വാട്ടർ പ്യൂരിഫൈ ചെയ്ത് കൊണ്ടുവരുന്നില്ലേ? സോൾട്ട് വാട്ടർ, കടലിലെ വെള്ളത്തിൽ നിന്നും റിവേഴ്സ് ഓസ്മോസിസ് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ കൊണ്ടുവരുന്നില്ലേ? എല്ലാം ചെയ്യുന്ന കാലത്താണോ ഇതിനൊരു പ്രശ്നം? ഞാൻ പറഞ്ഞ സയൻസ് ആൻഡ് ടെക്നോളജി വരുമ്പോൾ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ട് എല്ലാ സ്റ്റേറ്റ്മെന്റിനെ അപ്രോച്ച് ചെയ്യാനുള്ള ശ്രദ്ധ ഉണ്ടാവണം. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. അങ്ങനെയാണെങ്കിൽ 2-3 അല്ലെങ്കിൽ 2-3 and 4 എന്ന നിലയ്ക്ക് വരും. India's first private heavy water testing facility was established using technology provided by an Indian institution. വീണ്ടും ഗസ് ചെയ്യാനുള്ള സ്കോപ്പില്ല. അതായത് ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്ത ടെക്നോളജി യൂസ് ചെയ്താണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ഹെവി വാട്ടർ ടെസ്റ്റിംഗ് ഫെസിലിറ്റി വന്നിരിക്കുന്നത് എന്ന് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു.
അപ്പോൾ 1ഉം 4ഉം എന്താണ് ഗസ് ചെയ്യാൻ സ്കോപ്പില്ല. സോ അറിഞ്ഞേ പറ്റത്തുള്ളൂ. അറിയുമ്പോൾ നമ്മൾ എൻറിച്ച്ഡ് യുറേനിയം അല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് എന്താണ്? നാച്ചുറൽ യുറേനിയം തന്നെയാണ്. അപ്പൊ എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ഇന്ത്യയിലെ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നാച്ചുറൽ യുറേനിയം തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, the first private testing facility was set using BARC's technology, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. അപ്പൊ ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുത്ത ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ഹെവി വാട്ടർ ടെസ്റ്റിംഗ് ഫെസിലിറ്റി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. സോ ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെന്റ് 2, 3 ആൻഡ് 4 ആർ കറക്റ്റ്. 2ഉം 3ഉം 4ഉം കറക്റ്റ് ആണ്. ഇനി നിങ്ങളൊരു അഡീഷണൽ റീഡിംഗ് നടത്തുകയാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് ശ്രദ്ധിച്ചു വെക്കേണ്ടത് ഈ പറയുന്ന ഒരു ന്യൂക്ലിയർ റിയാക്ടറിന്റെ ബേസിക് കമ്പോണൻസ് ആലോചിച്ച് വെക്കുക. അതായത് എന്താണ് അതിനകത്ത് കൂളൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, എന്താണ് അതിനകത്ത് മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്, എന്താണ് അതിനകത്തെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ ബേസിക്സ്, ഞാൻ പറഞ്ഞ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ബേസിക്സ് മാത്രം ഒന്ന് ഓർത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ കൂട്ടത്തിൽ സ്മോൾ മോഡ്യൂലർ റിയാക്ടർ എന്ന് പറയുന്ന ടോപ്പിക്ക് വരുമ്പോൾ ശ്രദ്ധ കൂടുതൽ കൊടുക്കുക. ആൻഡ് ജോഡിധാര ട്രഡീഷനെ കുറിച്ച് ലാസ്റ്റ് ചോദ്യം. ജോഡിധാര ട്രഡീഷൻ റീസെന്റ് ന്യൂസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓഫ് ദി ഫോളോയിങ്. ഒരുപാട് ഈ ടൈപ്പിൽ ഒരുപാട് ആർട്ട് ആൻഡ് കൾച്ചർ റിലേറ്റഡ് ചോദ്യങ്ങൾ എല്ലാ വർഷവും ചോദിക്കുന്നുണ്ട്. അതും പത്രത്തിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. പത്രം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ വരുന്ന പല വൈറലാവുന്ന കാര്യങ്ങളും പത്രത്തിലേക്ക് എത്തും. സോ ബേസിക്കലി ഹിന്ദുവിൽ നിന്നാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു രീതിയിൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചോദ്യം ജോഡിധാര ട്രഡീഷൻ എന്ന് പറയുന്ന അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലൂ കിടപ്പണം. ഞാൻ പറഞ്ഞു പേരിൽ നിന്നും ക്ലൂ കണ്ടെത്തണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ആളുകളുടെ പേരാവാം, സ്ഥലങ്ങളുടെ പേരാവാം. ജോഡിധാര, ജോഡി. ഇനി നിങ്ങൾ ഓപ്ഷൻ ഒന്ന് നോക്കിയേ. A unique harvesting festival in Himachal Pradesh, a traditional form of polyandrous marriage, a specific art form practiced by tribal communities, a ritual for agriculture prosperity. ജോഡി എന്നതിൽ നിന്നും നമുക്ക് മാരേജിലേക്ക് പൊക്കൂടെ? പോകാം. അങ്ങനെ പോകാൻ പറ്റിയാൽ നിങ്ങൾ ധൈര്യമായിട്ട് അത് അടിക്കുക, തെറ്റത്തില്ല. മനസ്സിലായോ? ജോഡി എന്നുള്ള വാക്കിൽ നിന്ന് നമ്മൾക്ക് മാരേജിലേക്ക് കണക്ട് ചെയ്യാൻ ഒത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ ഡൗട്ട് അടിക്കരുത്. ഉറപ്പായിട്ടും അത് റൈറ്റ് ആൻസർ ആയിട്ട് കുത്ത്, ധൈര്യമായിട്ട് കുത്ത്. ആൻഡ് ഇറ്റ് ഈസ് ട്രൂ. ബിക്കോസ് ജോഡിധാര എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ ഹാട്ടി ട്രൈബിന്റെ ഇടയിൽ പ്രചാരത്തിലുള്ള എന്താണ് പോളിയാൻഡ്രസ് മാരേജ് സിസ്റ്റം. പോളിയാൻഡ്രി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് പല ഭർത്താക്കന്മാർ. സോ ഇവിടെ ഫ്രട്ടേണൽ പോളിയാൻഡ്രി ആണ് അവർ ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു സ്ത്രീ രണ്ടോ അതിലധികമോ സഹോദരന്മാരെ കല്യാണം കഴിക്കുന്ന പ്രാക്ടീസിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മുടെ ഇവിടെ ജോഡിധാര ട്രഡീഷൻ എന്ന് വിളിക്കുന്നത്. അത് ഹിമാചൽ പ്രദേശിലെ ഹാട്ടി ട്രൈബിന്റെ ഇടയ്ക്കാണ് പോപ്പുലർ ആയിട്ടുള്ളത്. സോ ജോഡി എന്നുള്ള വാക്കിൽ നിന്നും നിങ്ങൾ ആൻസറിലേക്ക് എത്തിയിരിക്കുന്നു. ഇതേപോലൊക്കെ പേര് വെച്ചിട്ട് ക്രാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുക.